From our third family, Sobin and Deepa from Alapura. Sobin. Yes. എന്തെങ്കിലും സംസാരിക്കണമെന്ന് നമുക്ക് നേരെ ഏവിയങ്ങളിലേക്ക് പോവാം. പുന്നമടക്കായലിലൂടെ ഹൗസ് ബോട്ടിലുള്ള യാത്ര രസകരമല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാമിലിക്കൊപ്പമാണെങ്കിലും ഹൗസ് ബോട്ട് ഉടമയായ സോബിനെയും കുടുംബത്തെയും പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് ഈ മനോഹര തീരത്തെത്തിയിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് സോബിൻ മൈക്കം, എന്റെ മോള് ആന്റണി, എന്റെ പേര് ദീപാസ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഹൗസ് ബോട്ട് ഉണ്ട്. ഞാൻ ഹൗസ് ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ്. പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം. അന്ന് പെണ്ണ് കണ്ടു, പിറ്റേ ദിവസം 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് അവർ പറഞ്ഞു ഇവരുടെ വീട് വന്ന് കാണാൻ പറഞ്ഞു. എൻ്റെ വീട്ടുകാരുടെ വന്നപ്പോൾ ഇവർ ഉറപ്പിച്ച തിരിച്ച് വിട്ടത്. ബോൾഡായിരിക്കും, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അതിൽ നിന്ന് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് ഇത് എങ്ങനെ ഞാൻ കൊണ്ടുപോകുമെന്നൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ഞാൻ ഒത്തിരി മാറ്റിയെടുത്തു. ഞാനായിട്ടും പിന്നെ അവളായിട്ടും ശ്രമിച്ച് കുറേയൊക്കെ മാറി. പിന്നെ ടാലൻസിനെ കുറിച്ച് പറഞ്ഞപ്പം ചേട്ടൻ പാടുമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടോ? ഞാൻ ചെറുതായി ഡാൻസ് കളിക്കും. ഭാവിക്ക് പപ്പയാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പപ്പനെയാണോ അമ്മനെയാണോ ഇഷ്ടം? കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആണ്. എന്തും ഏത് നിമിഷം പ്രതികരിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു ആളാണ്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ ഞാൻ അതുപോലെ പറയും. അവരുടെ ഹസ്ബൻഡ് ഫാമിലിയിൽ അത് ഇഷ്ടമല്ല, പെണ്ണുങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കൺസെപ്റ്റിലുള്ള വൈഫാണോ എന്ന് ചോദിച്ചാൽ കൺസെപ്റ്റിലുള്ള വൈഫ് ഇപ്പോഴാണ്. ഞാൻ ഇത്ര ഒന്നും കൺസെപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കൺസെപ്റ്റിനെക്കാളും കുറച്ച് കൂടുതൽ അദ്ദേഹം തന്നു എനിക്ക്. പച്ചക്കറിയുടെ കാര്യത്തിൽ ഞാൻ തൊടുക വേണ്ടെന്ന് പറഞ്ഞില്ല ആ സൈഡിലേക്ക്. കാരണം ഒരു ഓണം എൻ്റെ കുളമാക്കി തന്നൊരു പച്ചക്കറി വെപ്പായി. അതിപ്പോഴും പറയും, ഫുഡ് ഉണ്ടാക്കി എനിക്ക് വെജിറ്റബിൾ അത്ര പിടുത്തമില്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ പ്രതികളായിട്ട് ഇപ്പോൾ എനിക്ക് പ്രതികാരമായിട്ട് ഈ കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹം ഒരു 9 കൂട്ടം കറികളുണ്ടാക്കി നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ സ്വഭാവമൊക്കെ അറിയാം. ആ ഒരു ചാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ കൂളാവുന്നേ. ആ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ഇത്തിരി ദേഷ്യം ഉണ്ടാവും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വിധത്തിൽ തടി നേരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ ടാസ്കിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഒരു ഔട്ട്ഡോർ ടാസ്ക് ഉണ്ടായിരുന്നു അല്ലെ? എന്താണ് ആ ടാസ്ക് എന്ന് നമുക്ക് കാണാം അല്ലെ? കാണാം, അതായിരിക്കും സസ്പെൻസ്. ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ടാസ്ക് ആയിരിക്കും. ഞാനിപ്പോ സോബൻ ചേട്ടനും ദീപ ചേച്ചനും വീട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ദീപ ചേച്ചിയോട് നേരത്തെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു സോബൻ ചേട്ടൻ വീട്ടിലെ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഹെൽപ്പ് ചെയ്യാറില്ലെന്ന്. അപ്പം ഇന്ന് ഞങ്ങളിപ്പോ ഇവിടെ ടാസ്ക് ചേട്ടന് കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോബൻ ചേട്ടാ, ചേട്ടന് ചെയ്യേണ്ട ടാസ്ക് ചേട്ടൻ അത് ഓർക്ക് വായിക്കണേ. തിരക്കിട്ട് പുറത്തു പോകേണ്ട ഒരു അവസരത്തിൽ കോഴികളെ പിടിച്ച് കൂട്ടിലാക്കുക. മാക്സിമം ടൈം 15 minutes. അപ്പൊ ടാസ്ക് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ ചേട്ടന് 15 മിനിറ്റ് ഉണ്ട്. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഡൗട്ടൊന്നുമില്ല. ഇപ്പൊ കോഴിനെ എന്റെ കോഴി തന്നെ പിടിക്കണം. അത് സ്വന്തം കോഴിയല്ലേ പിടിക്കാൻ ഒക്കത്തുള്ളൂ, വേറെ വീട്ടിലെ കോഴിയെ പിടിക്കാൻ ഒക്കും. അപ്പം ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓൾ ദി ബെസ്റ്റ്. 15 മിനിറ്റ് ഉണ്ട്. തുടങ്ങിക്കോ. കോഴി മുട്ടയിടാൻ കരുതി എളുപ്പമാണ്. അവിടെ രണ്ടു കേട്ടാ ഒന്ന് സഹായിക്കും. ഇപ്പുറത്തൊന്ന് നിന്നാ മതിയാണ്.
രക്ഷപ്പെട്ടെ. അയ്യോ ഒരു രക്ഷയില്ല. കൂട്ടത്തിൽ പെണ്ണുപിള്ളെ വിളിച്ചാൽ മതി. എക്സ്പീരിയൻസ് ആയിരുന്നു തോന്നുന്നല്ലേ? എല്ലാ ദിവസവും ചെയ്യുന്നത് ആരോടും പറയുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട്. കോഴിയുടെ പിടുത്താണ് പണി, വേറെ പണിയൊന്നും ഇല്ല. പെണ്ണുമ്പളെ സഹായിക്കുന്ന ഒരേ കാര്യം പറഞ്ഞു. അപ്പൊ ഏതായാലും ഒരു കാര്യം പറയണ, സമയത്തുള്ള ചെയ്തു. ചിലപ്പം ചേട്ടൻ 3 മിനിറ്റ് കൊണ്ട് 2 കോഴിനെ പിടിച്ചുട്ടോ. ഭയങ്കര വലിയ കാര്യം അത്. അപ്പൊ ഏതായാലും ജഡ്ജസ് ഇനി പറയും ചേട്ടൻ എത്ര ഭംഗിയായിട്ടൊരു ചേട്ടന്റെ കാര്യം ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. ഓൾ ദി ബെസ്റ്റ്. ഈ നിന്ന് എപ്പോഴും പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ തോന്നിയില്ല. പിന്നെ അതും രണ്ടാമത്തെ കോഴിനെ പിടിക്കാൻ പറ്റുന്ന ഒട്ടും പിടിച്ചില്ല. ഒരെണ്ണത്തെ പിടിച്ചാൽ മതി വിചാരിച്ചു. അപ്പൊ തന്നെ ഞാൻ ടയർഡായിരുന്നു. ഞാൻ സാധാരണ കോഴിനെ തീറ്റയാക്കി ഇട്ട് കൊടുത്ത് ഇങ്ങനെ പതുക്കെ മെല്ലെ അടുത്ത് വിളിച്ചിട്ട് പിടിക്കുക ചാർന്ന് ചെയ്യുന്നു. പിന്നെ ഇത് കോഴിനെ പിടുത്തം ഈ സാധാരണ ആൾക്കാർ രാത്രിയില്ല ചെയ്യാറ്. പട്ടാപ്പോലെ ചെയ്തുകൊണ്ടൊരു വിഷമം. കുറുക്കന്റെ പനിയാ കിട്ടിയതല്ലേ? നല്ല സ്പീഡുണ്ട് കോഴിപ്പിടുത്തത്തിന്. ആക്ച്വലി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കോഴി മുട്ടയിട്ടെ. മര്യാദയ്ക്ക് മുട്ടയിട്ട് പറയുന്നത് കോഴിയായിരുന്നു. എങ്ങനെയായിരുന്നു ദീപാ പെർഫോമൻസ്? ഇത് കണ്ട് ഇത് കഴിഞ്ഞ് 2 ദിവസം ഇച്ചായനെ കാണുമ്പോൾ തന്നെ കോഴി ഓടി കൂട്ടിനകത്ത് കയറുമായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അഭിപ്രായം കേൾക്കാം. അനില, നല്ലൊരു ഗ്രാമത്തിന്റെ സെറ്റ് കാണാൻ സാധിച്ചു. ഒരുപാട് നാളായിട്ട് ഇത് കാണാൻ സാധിക്കാറില്ല. വളരെ നന്നായിരുന്നു. ടാസ്ക് വളരെ വിജയകരമായി ചെയ്യാൻ സാധിച്ചു. താങ്ക് യു. സുലഭ, കോഴിയെ പിടിക്കുന്നത് പകൽ സമയത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ, എന്നാലും വളരെ ഇതായിട്ടൊക്കെ ഓടി എന്തായാലും 2 പിടിച്ചെടുത്തു.